ഇരിട്ടി എക്സൈസ് സർക്കിൾ ഓഫീസിൻ്റെയും ഇരിട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെയും മട്ടന്നൂർ RTOയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇരിട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. അധ്യയന വർഷ ആരംഭത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരിട്ടി ഉപജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 110ഓളം ഡ്രൈവർമാർ പരിപാടിയിൽ പങ്കെടുത്തു. ഇരിട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇൻചാർജ് K. ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. NK വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. ശശികുമാർ, സീനിയർ ക്ലർക്ക് പ്രിവൻറ്റീവ് ഓഫീസർ KP സനേഷ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അതായത് നമ്മുടെ വാഹനങ്ങളുടെ നമ്മൾ നേർ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, അന്തിമ വിജയം നന്മയുടേതായിരിക്കണം എന്നാണ് ഗീതോപദേശം അല്ലെ. ആ അന്തിമ വിജയത്തിലേക്ക് വേണ്ടി കുട്ടികളെ അവരുടെ വിജയത്തിലേക്ക് വേണ്ടി, വിജയ സോപാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി, അതിനുവേണ്ടി അവരെ തേരാളികളായി മാറിക്കൊണ്ട് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ നല്ല പൗരന്മാരായി വളർത്തുന്നതിന് വേണ്ടിയുള്ള തുടക്കം ആരിൽ കൂടിയാണ്? നിങ്ങളിൽ കൂടിയാണ്. നിങ്ങൾ അവർക്ക് വേണ്ട നിയമപരമായിട്ടുള്ള അവർക്ക് വേണ്ട ബോധം നൽകി തുടങ്ങുന്നത് ഈ വാഹനങ്ങളിലാണ്. കുട്ടികൾ, നിങ്ങൾ നിയമം എത്രത്തോളം പാലിക്കുന്നു, റോഡ് സുരക്ഷയിൽ റോഡ് നിയമങ്ങൾ നിങ്ങൾ എത്രത്തോളം പാലിക്കുന്നോ അല്ലെ, എത്രത്തോളം റോഡ് രക്ഷ നിങ്ങൾ അവഗണിക്കുന്നോ, അത് ആരുടെ മനസ്സിൽ പതിഞ്ഞു പോകാം? കുട്ടികളുടെ മനസ്സിൽ. ആ നിയമം മുഴുവനും പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ അർജുനൻ ശ്രീകൃഷ്ണൻ എങ്ങനെയായിരുന്നു ആ തേരാളിയുടെ ആ തേരാളിയുടെ റോൾ ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക. നിങ്ങളുടെ റോൾ മോഡൽ, അവരുടെ റോൾ മോഡലുകളായിരിക്കും നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിയട്ടെ എന്നാണ് ഈ ഒരു സമയത്ത് ആശംസിക്കുന്നത്. കേവലം ഒരു ഡ്രൈവിംഗ് എന്ന് മാത്രമല്ല, ഈ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, അവർ നിങ്ങളെ മാതൃകാ പുരുഷന്മാരായി കാണുമ്പോൾ, മാതൃകാ വ്യക്തികളായി കാണുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു തെറ്റ് പോലും അവർ 10 മടങ്ങ് തെറ്റുകളായിട്ട് അവർക്ക് അവരുടെ മനസ്സിൽ പറഞ്ഞു പോകാം. വാഹന ഗതാഗതം സംബന്ധിച്ച് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷൈജൻ ക്ലാസ് നയിച്ചു. സ്കൂൾ വാഹനത്തിലെ ഡ്രൈവർമാർ പൊതുവെ എന്തായിരുന്നു മറ്റുള്ള ഡ്രൈവർമാരെക്കാൾ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധമുള്ള ആൾക്കാരായിരുന്നു. അതങ്ങനെ ഓട്ടോമാറ്റിക്കായി ആയിപ്പോകും, കാരണം കുട്ടികളെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലാസ് തരേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെഷൻ സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കുന്ന കാര്യമില്ല. നിങ്ങളെ സമയം നിങ്ങൾ ചെലവാക്കിയിട്ട് കൂടെ ഇരിക്കുക. എന്തിനാണ് സാറേ, എന്താണ് ഇതിന്റെ ഉദ്ദേശം? സാറിന് എന്താ പറയാം? നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശത്തോടു കൂടിയാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ അല്ല, എന്തിനാണ് മറന്നു പോകുന്ന കാര്യങ്ങൾ വീണ്ടും കേട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അതാണല്ലോ നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് പറയുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സ്കൂൾ ബസ് അല്ലെങ്കിൽ സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അവബോധം വേണം എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അറിയണം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ നമുക്കുണ്ടോ എന്ന് നമുക്ക് ആദ്യം അറിയണം. ഇപ്പൊ സ്കൂൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ടോ? എന്താണ് അഭിപ്രായം? സ്കൂൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ടോ? സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീനിവാസൻ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.